Procedure of one-way ANOVA. Procedure of one-way ANOVA. അപ്പോൾ ഈ ഒരു 10 പ്രൊസീജിയേഴ്സ് പറയുന്ന ഈ 10 പ്രൊസീജിയേഴ്സ് കൃത്യമായും പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വൺ വേ അനോവ വളരെ സിമ്പിളായിട്ട് വൺ വേ അനോവ എന്ത് ചെയ്യാം, എല്ലാവർക്കും സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കുക. സെറ്റപ്പ് ഹൈപ്പോത്തസിസ്. ഫസ്റ്റ് പോയിന്റ് സെറ്റപ്പ് ഹൈപ്പോത്തസിസ്. നമുക്ക് രണ്ട് ഹൈപ്പോത്തസിസ് ഉണ്ട്. ഫസ്റ്റ് വൺ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? μ1 ഈക്വൽ μ2 ഈക്വൽ μ3 ഈക്വൽ μn. അതായത് എത്ര സാമ്പിൾ ഉണ്ടോ അത്രയും. ദാറ്റ് മീൻസ് there is no significance difference between this means. Next, alternative hypothesis. എന്തായാലും നേരെ ഓപ്പോസിറ്റ്. μ1 നോട്ട് ഈക്വൽ μ2 നോട്ട് ഈക്വൽ μ3 നോട്ട് ഈക്വൽ μn. That is, there is significance difference. അപ്പോൾ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റപ്പ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം. നമുക്ക് രണ്ട് ഹൈപ്പോത്തസിസ് ആണ്. H0 നൾ ഹൈപ്പോത്തസിസ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിൾ മീനുകളെല്ലാം ഈക്വലാണ്. അപ്പം μ1 ഈക്വൽസ് μ2 ഈക്വൽ μ3. ഓക്കെ, വേർഡ്സിലാണെങ്കിൽ ദർ ഈസ് നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ. ദിസ് മീൻസ് നമ്മൾ സെലക്ട് ചെയ്ത മീനുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മീനുകൾ മുഴുവനും എന്താണ്? ഈക്വലാണ്. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇത്രയേ ഉള്ളൂ. μ1 നോട്ട് ഈക്വൽ μ2 നോട്ട് ഈക്വൽ ആൻഡ് μ3. μ1 എന്താണ്? നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിളുകൾ എന്തല്ല? ഈക്വൽ അല്ല. ദർ ഈസ് എ സിഗ്നിഫിക്കൻസ്. അവ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് കമ്പ്യൂട്ട് SST. Okay, second step compute SST. SST means sum of squares of all observations. Second step compute SST. SST refers to sum of square of all observation. മുഴുവൻ ഒബ്സർവേഷൻ്റെയും സമ്മാണ്. ഓക്കെ, ഇനി ഹൗ ടു കാൽക്കുലേറ്റ് SST is equal to sum of squares of all observations minus t square by n. SST is equal sum of square of all observations minus t square by n. Here t is equal to sum of all observation. t എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത മുഴുവൻ ഒബ്സർവേഷൻ്റെയും ആകെ തുകയെ t എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത മുഴുവൻ ഒബ്സർവേഷൻ്റെയും സ്ക്വയർ കണ്ടതിന് ശേഷം അതിൽ നിന്ന് എന്ത് ചെയ്യുക? ടി സ്ക്വയർ മൈനസ് n കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? SST കിട്ടും. തേർഡ് സ്റ്റെപ്പ് കമ്പ്യൂട്ട് SSC. SSC sum of squares between
samples, sum of squares between samples. അപ്പോൾ നോക്കാം എങ്ങനെ എസ് എസ് സി കാൽക്കുലേറ്റ് ചെയ്യാം. എസ് എസ് സി ഈക്വൽസ് സിഗ്മ x1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് സിഗ്മ x2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 പ്ലസ് സിഗ്മ x3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n3 പ്ലസ് ഇനി നമുക്ക് മൈനസ് ടി സ്ക്വയർ ബൈ n. നമുക്ക് 3 സാമ്പിളേ ഉള്ളൂ എങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ സിഗ്മ x1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് സിഗ്മ x2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 പ്ലസ് സിഗ്മ x3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n3 മൈനസ് ടി സ്ക്വയർ ബൈ n. നമുക്ക് എത്രയോ സാമ്പിൾ ഉണ്ടോ അത്രയും സാമ്പിൾ ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എന്ത് ചെയ്യുക, ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ത് ചെയ്യുക, നമ്മൾ കുറക്കുക. കമ്പ്യൂട്ട് എസ് എസ് ടി. ഇനി ഫോർത്ത് വൺ, കമ്പ്യൂട്ട് എസ് എസ് ഇ. കമ്പ്യൂട്ട് എസ് എസ് ഇ. എസ് എസ് ഇ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ സാമ്പിൾ. സം ഓഫ് സ്ക്വയർ വിത്തിൻ സാമ്പിൾസ്. നോക്കാം എസ് എസ് സി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. എസ് എസ് ഇ ഈക്വൽ എസ് എസ് ടി മൈനസ് എസ് എസ് സി. എത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാം. എസ് എസ് സി ഇസ് ഈക്വൽ ടു എസ് എസ് ടി മൈനസ് എസ് എസ് ഇ. നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ്, compute MSC. MSC means mean square between samples. Mean square between samples. ഓക്കെ, എം എസ് സിയുടെ ഇക്വേഷൻ നോക്കിക്കോളൂ. എം എസ് സി ഈക്വൽ എസ് എസ് സി ഡിവൈഡഡ് ബൈ സി മൈനസ് 1. ഹിയർ സി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. എത്ര കോളമുണ്ട്? ഇപ്പം നമ്മൾ പഴയ എക്സാമ്പിളിൽ 3 കോളമാണ്. അപ്പോൾ സി മൈനസ് 1 3 മൈനസ് 1. എം എസ് സി ഇസ് ഈക്വൽ ടു എസ് എസ് സി ഡിവൈഡഡ് ബൈ സി മൈനസ് 1. നെക്സ്റ്റ് സിക്സ്ത് സ്റ്റെപ്പ്, compute MSE. Mean square within sample. Mean square within samples. ഇക്വേഷൻ നോക്കിക്കോളൂ. MSE ഈക്വൽ SS E divided by n minus c. Here n number of observation, c number of columns. Sixth step, calculate or compute MSE. MSE equal SSE divided by n minus c. Next, seventh one, compute F ratio. F ratio equals MSC divided by MSE. Mean square between sample divided by mean square within sample.
ഇനി നമുക്ക് 8th സ്റ്റെപ്പിലേക്ക് പോകാം. 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ദി above results in ANOVA table. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ANOVA ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ മുഴുവൻ റിസൾട്ടും എന്ത് ചെയ്യുന്നു, ആ ANOVA ടേബിളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ANOVA ടേബിൾ? ഇറ്റ് ഈസ് എ ടേബിൾ യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിംഗ് ഓൾ ദി റിസൾട്ട്സ് കാൽക്കുലേറ്റഡ് ഇൻ അനാലിസിസ് ഓഫ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളം ഹെഡ്ലൈൻ നോക്കാം. സോഴ്സസ് ഓഫ് വേരിയൻസ്. രണ്ടാമത്തെ കോളം സം ഓഫ് സ്ക്വയേഴ്സ്. തേർഡ് കോളം ഡിഗ്രി ഓഫ് ഫ്രീഡം. fourth column mean square, and last column F ratio. നമുക്ക് രണ്ട് സോഴ്സ് ഓഫ് വേരിയൻസ് ആണ്. ഫസ്റ്റ് വൺ വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾ, സെക്കൻഡ് വൺ വേരിയൻസ് വിത്തിൻ സാമ്പിൾ. രണ്ട് സോഴ്സ് ഉണ്ട്, രണ്ട് സോഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾ എന്ന് പറയുമ്പോൾ അതാണ് SSC, വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾ SSE, വേരിയൻസ് വിത്തിൻ സാമ്പിൾ SSE. ഇനി നോക്കാം, നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. നമുക്ക് വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം SC-1. വേരിയൻസ് വിത്തിൻ സാമ്പിളിൻ്റെ നമ്മളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം N-C. ഇനി മീൻ സ്ക്വയർ ആണ്. നമ്മൾ രണ്ട് മീൻ സ്ക്വയർ കണ്ടുപിടിക്കുന്നു, MSC ആൻഡ് സെക്കൻഡ് വൺ MSE. ഇനിയുള്ള ലാസ്റ്റ് F റേഷ്യോ ആണ്. F റേഷ്യോ ഈക്വൽ ടു MSC ഡിവൈഡഡ് ബൈ MSE. ഇനി നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ sum of square SSC plus SSE is equal SST. Degree of freedom total N-1. 3 ആണ് ANOVA ടേബിൾ. 9th സ്റ്റെപ്പ് obtain table value of F. Obtain table value of F. 10th one, take decision, that is accept or reject the null hypothesis. ഒമ്പതാമത്തെ പോയിന്റ് ഒബ്റ്റെയിൻ ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ടേക്ക് ഡിസിഷൻ, ദാറ്റ് ഈസ് ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ് ആൻഡ് മേക്ക് conclusion.